ഇന്നത്തെ എൻ്റെ ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരത്തെ പൊന്മുടിക്ക് ഇപ്പുറത്തുള്ള കല്ലാറും മീൻമുട്ടി വാട്ടർഫാളുമാണ്. KSRTCയുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 8 മണിക്ക് ഞാൻ പൊന്മുടി ബസ്സിൽ കയറി. ഇനി 2 മണിക്കൂർ വേണം കല്ലാറിലെത്താൻ. തിരുവനന്തപുരം ചെങ്കോട്ട റൂട്ടിലാണ് ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മലയോര പട്ടണമായ നെടുമങ്ങാട് കഴിഞ്ഞ് ചുള്ളിമാനൂരെത്തി വലത്തോട്ട് തിരിയും. പിന്നെ തൊളിക്കോട് ഗ്രാമം പിന്നിട്ട് വിതുരയിൽ എത്തിച്ചേരും. അവിടെ നിന്നും കേരള സ്റ്റേറ്റ് ഹൈവേ 45 വഴി കല്ലാറിലേക്കും പൊന്മുടിയിലേക്കും പോകാം. ആനപ്പാറ കഴിഞ്ഞാൽ കല്ലാർ എന്ന പുഴയ്ക്കൊപ്പമാണ് നമ്മുടെ യാത്ര. ഉരുളൻ കല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞ കല്ലാറിൻ്റെ അടിത്തട്ട് വ്യക്തമായി കാണാം. വേനൽക്കാലമായതിനാൽ വെള്ളം വളരെ കുറവാണ്. കല്ലാർ നദിക്ക് കുറുകെയുള്ള പാലം കടന്നാൽ കല്ലാർ ഗ്രാമമായി. ബസ് സ്റ്റാൻഡിൽ ഞാനും എൻ്റെ സുഹൃത്തും ഇറങ്ങി. അവിടെയായി കൊച്ചു കടകൾ മാത്രമുള്ള ചെറിയൊരു ടൗണാണ് കല്ലാർ. കല്ലാറിൽ കുളിക്കുവാനും മീൻമുട്ടി വെള്ളച്ചാട്ടം കാണുവാനും കല്ലാർ ടൗണിലെ പാലത്തിന് സമീപമുള്ള ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 40 രൂപയാണ് ചാർജ്. സ്വകാര്യ വാഹനത്തിലാണ് എത്തുന്നതെങ്കിൽ അതിന് വേറെ ഫീസുണ്ട്. വനത്തിനുള്ളിലേക്ക് 1/2 കിലോമീറ്ററോളം വണ്ടിയിൽ പോകാം. അവിടെയാണ് പാർക്കിംഗ്. കല്ലാറിൽ ഇറങ്ങി കുളിക്കുവാൻ പറ്റിയ സ്ഥലം ഈ പാർക്കിംഗ് ഏരിയയ്ക്ക് തൊട്ടടുത്താണ്. കല്ലാറിലെ മറ്റു പല ഭാഗങ്ങളിലും ആഴമുള്ള കയങ്ങളും ചുഴിയുള്ള കുഴികളുമുണ്ട്. അതിൽ പെട്ടാൽ പിന്നെ ജീവനോടെ തിരിച്ചു കയറുക അസാധ്യമാണ്. കല്ലാറിൽ ഇതുവരെ 13 സാഹസികരായ യുവാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചാടാതിരിക്കുക. മുന്നറിയിപ്പ് ബോർഡുകൾ പലയിടത്തും വെച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇവിടെ കുളിക്കുവാൻ എത്തുന്നവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുവാൻ, അതുപോലെ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ വനസംരക്ഷണ സമിതിയിലെ ഗാർഡുകളുണ്ട്. അവർ പറയുന്നത് കേൾക്കുക. ചുവപ്പ് കൊടി വെച്ചിട്ടുള്ളതിനപ്പുറം പോകാതിരിക്കുക. മഴക്കാലത്ത് മലവെള്ളം പാഞ്ഞൊഴുകി മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇക്കാര്യവും ശ്രദ്ധിക്കുക. കൂടുതൽ അപകടം പറ്റുന്നത് നീന്തൽ ഒട്ടും വശമില്ലാത്തവർക്കാണ്. ഇത് കല്ലാറിൽ നിന്ന് മീൻമുട്ടിക്കുള്ള വഴിയാണ്. അങ്ങോട്ട് പോയാൽ ഇനി ഒരു 1.5 കിലോമീറ്റർ നടക്കണം. ഇവിടം വരെ ഓട്ടോ വരും. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇതുപോലുള്ള വഴിയാണ്, ദുർഘട വഴിയാണ്. അപ്പോൾ ഈ സമയത്തായതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. എന്നാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. 1.5 കിലോമീറ്ററും ദുർഘട പാതയാണ്. ഞാൻ ഈ ട്രക്കിംഗ് പാത വിശദമായി കാണിക്കാം. പുതുതായി വരുന്നവർക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇറക്കങ്ങളും കയറ്റങ്ങളും വീതി കുറഞ്ഞ ഒറ്റയാൾ പാതയും ശ്രദ്ധിച്ചു വേണം തരണം ചെയ്യാൻ. നിലത്ത് നോക്കി നടന്നില്ലെങ്കിൽ ആശുപത്രിവാസം ഉറപ്പ്. ഈ വഴിയിലും 1/2 കിലോമീറ്റർ ഇടവിട്ട് ഗൈഡുകളുടെ സേവനം ലഭ്യമാണ്. നടന്നു മടുത്താൽ ഇരിപ്പിടങ്ങളും റെഡി. എന്നാൽ കുടിക്കുവാൻ കുപ്പിവെള്ളം കരുതുന്നത് നന്ന്. ഞാൻ പോയ വഴിയിലൊന്നും മൃഗങ്ങളെ കണ്ടില്ല. വൈകുന്നേരമായാൽ ആനകളെ കാണാറുണ്ടെന്ന് ഒരു ഗൈഡ് പറഞ്ഞു. വഴിയിൽ ഉണങ്ങിയ ആനപ്പിണ്ടം കണ്ടപ്പോൾ അതെനിക്ക് ബോധ്യമായി. ഒരിടത്ത് പെരുമ്പാമ്പിനെ പോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വേരുകൂട്ടത്തെ കണ്ടു.
വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുമ്പോൾ വൻ കരിമ്പാറക്കെട്ടുകൾ തലയുയർത്തി നിൽക്കുന്നത് കാണാം. അതിനടിയിലൂടെ നടന്നപ്പോൾ നല്ല തണുപ്പ് തോന്നി. ഈ കാടിൻ്റെ കുളിർമയിൽ ട്രെക്കിങ്ങിനിടെ വെള്ളം കുടിക്കുവാൻ തന്നെ ഞാൻ മറന്നുപോയി. ഇനി കല്ലാർ നദി ക്രോസ് ചെയ്ത് വേണം വാട്ടർഫാളിൻ്റെ പതനസ്ഥാനത്തേക്ക് എത്തുവാൻ. കല്ലാറിൽ നിന്ന് ഞാനൊരു 1.5 കിലോമീറ്ററായി നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഭയങ്കര രസമാണ്. കാടാണല്ലോ, കൊടും കാടാണ്. നമുക്ക് ഇവിടെ ഈ കല്ലാറിൻ്റെ ഒരു എന്താ പറയുന്നത്, വെള്ളമില്ലാത്ത സ്ഥലം, അധികം വെള്ളം ഇല്ലല്ലോ ഇപ്പോൾ. അത് ക്രോസ് ചെയ്ത് വേണം നമ്മളിങ്ങോട്ട് വരാൻ. എന്നാൽ 100 മീറ്റർ പോയാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ചാടാന്നല്ല, പോകാം. മഴക്കാലമായാൽ കല്ലാർ നിറഞ്ഞൊഴുകും. ആ സമയത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിലേക്ക് ഈ വഴി പോകുവാൻ കഴിയുകയില്ല. മറ്റൊരു വഴിയുണ്ട്. അതിലേ പോയാൽ വെള്ളച്ചാട്ടത്തെ ദൂരെ നിന്ന് കണ്ട് തൃപ്തി അടയാനേ സാധിക്കുകയുള്ളൂ. ഒടുവിൽ മീൻമുട്ടിയിലെത്തി. കഷ്ടപ്പെട്ടാൽ എന്താ, വെള്ളം കുറവാണ്, എന്നാൽ പോലും നല്ല രസമാണ്. ഒരു 60 അടി മുകളിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ വീഴുന്നത്. ഇത് ഉത്ഭവസ്ഥാനം വളരെ മുകളിലാണ്, 30 കിലോമീറ്ററിനപ്പുറത്താണ്. സഹ്യപർവ്വതത്തിൻ്റെ ഭാഗമായ അഗസ്ത്യമലയിലെ 4000 അടി മുകളിലുള്ള ചെമ്മുഞ്ചി കുന്നുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പിറവി. ഇത് മീൻമുട്ടിയിൽ വെച്ച് താഴേക്ക് കുതിച്ചു ചാടി കല്ലാറായി മാറുന്നു. അത് പിന്നെ വാമനപുരം ആറായി 5 തെങ്ങ് കായലിൽ പതിക്കുന്നു. ഈ പ്രദേശം മുഴുവനും നെയ്യാർ വനമേഖലയിലെ പരുത്തിപ്പള്ളി റേഞ്ചിനുള്ളിലാണുള്ളത്. അതുകൊണ്ട് ഇവിടെ എത്തുന്നവരെല്ലാം തന്നെ വനനിയമങ്ങൾ പാലിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഈ ജലാശയത്തിൽ കുളിക്കുവാൻ ആരെയും അനുവദിക്കുകയില്ല. മഴയുടെ ലക്ഷണം കണ്ട് ഞങ്ങൾ കല്ലാറിലേക്ക് തിരിച്ചു നടന്നു. അപ്പോഴും നിരവധി ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ശരാശരി 700-നും 1000-നും ഇടയ്ക്ക് സഞ്ചാരികൾ കല്ലാറിലേക്ക് വരുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും 40 കിലോമീറ്ററേ ഇങ്ങോട്ടേക്കുള്ളൂ. അതുകൊണ്ട് സൗകര്യം കിട്ടിയാൽ നിങ്ങളും വരിക. മനസ്സ് തുറന്ന് ഉല്ലസിക്കാമല്ലോ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻറ്റ് രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം.